സുഹൃത്തുക്കളെ നമസ്കാരം. വിവാദ പുരുഷനായ രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് എനിക്കിന്ന് ചിലത് പറയാനുണ്ട്. മാങ്കൂട്ടത്തെ കോൺഗ്രസ്സിന് വേണ്ട എന്നാണല്ലോ ഇന്നത്തെ മലയാള മനോരമ ദിനപത്ര റിപ്പോർട്ട്. അദ്ദേഹത്തെ എനിക്ക് നേരിൽ പരിചയമൊന്നുമില്ല കേട്ടോ. എങ്കിലും രാഹുലിൻ്റെ അനുഭവം നമ്മെ എന്ത് പഠിപ്പിക്കുന്നു എന്ന് ഈ അവസരത്തിൽ നാം അറിയുന്നത് നന്നായിരിക്കും. ഒരു രാഷ്ട്രീയ പ്രവർത്തകന് ചുവട് തെറ്റുമ്പോൾ അതൊരു വ്യക്തിയുടെ തെറ്റിലുപരി സമൂഹത്തിൽ മാരകമായ വിഷമാണ് പടർത്തുന്നതെന്ന് നമുക്കറിയാം. ഒരു പഴഞ്ചൊല്ലുണ്ട്, നാണം നഷ്ടപ്പെട്ടാൽ അധികാരം നഷ്ടപ്പെടും, അധികാരം നഷ്ടപ്പെട്ടാൽ രാജ്യം നഷ്ടപ്പെടും. ഇന്ന് കേരളത്തെ വിറപ്പിക്കുന്ന പേരാണല്ലോ രാഹുൽ മാങ്കൂട്ടം. കോൺഗ്രസ് MLAയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന രാഹുൽ സ്ത്രീകളോടും യുവതികളോടും ട്രാൻസ്ജെൻഡർ പ്രവർത്തകർക്കുമൊക്കെ അയച്ച സന്ദേശങ്ങൾ, അശ്ലീല ചാറ്റുകൾ, ഭീഷണികൾ, റേപ്പ് വരെ പരാമർശിച്ച ഭീകരവാക്കുകൾ ഇത്രയും വന്നപ്പോൾ പാർട്ടി നടപടിയെടുത്തു. പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു, പദവി സസ്പെൻഡ് ചെയ്തു. ഇന്ന് വമ്പന്മാരടക്കം സമൂഹത്തിൽ പലരും ചെയ്യുന്ന കാര്യമാണല്ലോ രാഹുലും ചെയ്തത്. ദാമ്പത്തിക ബാഹ്യ ബന്ധമാണെങ്കിൽ പോലും ആർക്കും ഒരു ദ്രോഹവും ഉണ്ടാകാതെ പരസ്പര സമ്മതത്തോടെ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ലൈംഗിക വികാരം ഒഴുക്കിക്കളയുന്നത് സ്വാഭാവികമാണ് അല്ലേ, സാധാരണമാണ്. സമൂഹം അതിന് മൗനസമ്മതം നൽകുകയും ചെയ്യും. രാഹുൽ മാങ്കൂട്ടത്തിന് അങ്ങനെ അങ്ങ് നിർവഹിച്ചാൽ പോരായിരുന്നോ എന്നാണ് ഞാൻ ചോദിച്ചത്. അദ്ദേഹത്തിന് അത് സാധിക്കാതെ പോയതല്ലേ ഈ കുഴപ്പത്തിനെല്ലാം കാരണം. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ സുഖം ലൈംഗിക സുഖമാണെന്ന് അല്ലേ എന്ന് കരുതി ഓരോ നിയന്ത്രണവുമില്ലാതെ ഇങ്ങനെ തുടങ്ങിയാൽ എന്താ സ്ഥിതി? ഈ കാര്യങ്ങളിലൊക്കെ ഒരു നിയന്ത്രണം വേണ്ടേ? ഇതിനൊരു താളവും ക്രമവും ഒക്കെ ഇല്ലേ? ഇവിടെ സംഭവിച്ചത് ഒരു വ്യക്തിയുടെ പെരുമാറ്റ വൈകല്യം മാത്രമല്ല, മുഴുവൻ രാഷ്ട്രീയ സംസ്കാരത്തിൽ വിഷാംശങ്ങൾ കലർത്തുകയാണ് ചെയ്തത്. അധികാരത്തിലെത്തുമ്പോൾ പലരും കരുതും എനിക്കെന്തും ചെയ്യാമെന്ന്. അവൻ MLA ആണല്ലോ, ഒന്നും സംഭവിക്കില്ല എന്നൊരു ബോധം തന്നെയാണ് നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കുന്നത്. ഏതാനും നാളുകൾക്ക് മുമ്പ് കോതമംഗലം MLA മിസ്റ്റർ കുന്നപ്പള്ളി, മുകേഷ്, നടൻ മുകേഷ് തുടങ്ങിയ പലരും ഇതുപോലെ പെട്ടുപോയിട്ടുണ്ട്. നിയമം, പാർട്ടി, സമൂഹം എല്ലാം ചേർന്നാണ് ഇത്തരം കുറ്റങ്ങൾക്ക് ഉത്തരം നൽകേണ്ടത്. അധികാരത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത് എവിടെയാ? വിനയമാണ്, എളിമയാണ് അധികാരത്തിൻ്റെ ഭംഗി, യാതൊരു സംശയവുമില്ല. ഉത്തരവാദിത്തത്തിലാണ് അതിൻ്റെ മഹത്വം കുടികൊള്ളുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രാഷ്ട്രീയം പുനർജനിക്കണം. വികാരം, കരുണ, ഉത്തരവാദിത്വം ഇതെല്ലാം തിരിച്ചറിയണം. യുവതി കട്ടിലേക്ക് അടുത്തേക്ക് വന്നതുകൊണ്ടല്ലേ രാഹുൽ അവളെ ചേർത്ത് പിടിച്ചത്? അതുകൊണ്ടല്ലേ അദ്ദേഹത്തിന് ഈ പഴികൾ കേൾക്കേണ്ടി വന്നത് എന്നാണ് അഡ്വക്കേറ്റ് ദീപ ജോസഫിൻ്റെ വിലയിരുത്തൽ. ശരിയായിരിക്കാം, സമ്മതിച്ചു, അബദ്ധം പറ്റി, അത് പലരും മുതലെടുക്കുകയും ചെയ്തു. ഇതൊക്കെ ശരിയാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് തൻ്റെ ഇടമുള്ളതായി ഞാൻ കാണുന്നു. വിട്ടുകൊടുക്കാതെ പോരാടണം മിസ്റ്റർ മാങ്കൂട്ടം. താങ്കൾ തിരിച്ചു വരണം, തെറ്റുകൾ തിരുത്തി ചുറ്റുമുള്ള ചതിയും കെണിയുമൊക്കെ മനസ്സിലാക്കി കരുത്തോടെ മുന്നേറണം. രാഹുൽ തൽക്കാലം രക്ഷപ്പെട്ടത് കേരളം മുഴുവൻ കൂടെ ഉണ്ടായിരുന്നുകൊണ്ടാണ്. അതാണ് ശത്രുക്കൾ തൽക്കാലത്തേക്ക് വിടവാങ്ങിയത്, ചെറിയൊരു സസ്പെൻഷൻ. കാര്യം ഇതൊക്കെയാണെങ്കിലും മാങ്കൂട്ടത്തിൻ്റെ അനുഭവം ഒരു പാഠപുസ്തകമാണ്. അത് നമ്മെ വലിയൊരു പാഠമാണ് പഠിപ്പിക്കുന്നത് അല്ലേ. നമ്മൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ നിയന്ത്രിക്കണം എന്നുള്ളതാണ് ഇവിടെ പ്രധാനം. നിങ്ങൾക്ക് രാജാവാകണമെങ്കിൽ സ്വയം നിയന്ത്രിക്കാതെ രാജാവാകാൻ സാധിക്കില്ല. മനസാന്നിധ്യം എന്നും താങ്കൾക്ക് കരുത്തേറിയ ഒരു ആയുധമാകട്ടെ. വിവേകത്തോടെ ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം ജോർജ് നെടുമ്പാറ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.